ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു. കണ്ണൂർ എരഞ്ഞോളി കുടത്തളം സ്വദേശി വേലായുധനാണ് മരിച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി. സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് DIG തോംസൺ ജോസ് പറഞ്ഞു. മരിച്ച വ്യക്തി വീടിന് നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബാഗിൽ കുറച്ച് നാളികേരമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ അദ്ദേഹം എന്തെങ്കിലും കളക്ട് ചെയ്യാൻ വന്ന കൂട്ടത്തിൽ ബോംബുമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായതുണ്ടായിരിക്കാം ഒരു പക്ഷേ. നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ നോക്കണം. ഒരു ബോംബ് മാത്രമേ മറ്റെന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഇപ്പോൾ നമ്മളവിടെ ബോംബ് സ്ക്വാഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല കിട്ടിയിട്ടില്ല. ആ സ്റ്റീൽ ബോംബ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചതാണോ അല്ലേ? ഒരു പക്ഷേ സാധ്യതയുണ്ട്, അത് നോക്കണം. ടു ബി എക്സാമിൻഡ്. അവിടെ ചെറിയതായിട്ട് പൊടിഞ്ഞൊരു ഭാഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ അത് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. കണ്ണൂരിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസ് പരാജയമെന്ന് കോൺഗ്രസ്. ബോംബ് നിർമ്മാണം തകൃതിയായി നടക്കുന്നു. നിർമ്മാണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടയാൻ പോലീസിന് കഴിയുന്നില്ല എന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. എത്രയും പെട്ടെന്ന് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം. അതിന് നമ്മുടെ പ്രദേശത്ത് എവിടെ ബോംബ് നിർമ്മിക്കുന്നോ അത് കണ്ടുപിടിക്കാൻ ആർജവം പോലീസും അധികാരികളും കാണിക്കണം. കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ആ കണ്ടുപിടിച്ച സാധനങ്ങൾ തിരിച്ച് അവർക്ക് നൽകുന്നുണ്ടോയെന്നാണ് ഇപ്പോൾ സംശയം. കാരണം വീണ്ടും ഇത് എത്രമാത്രമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സംഭവം കണ്ടുപിടിച്ചാൽ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടി പോലീസിനും അധികാരികൾക്കും സാധിക്കണം. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യത്തിൽ അവിടെ പരിശോധന നടക്കുന്നുണ്ട്, വിദഗ്ധ പരിശോധന നടക്കുന്നുണ്ട്. കൂടുതൽ ബോംബുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകുന്നത്? മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദമാണ്. അതിൽ കോൺഗ്രസിൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടു. അത് ഏത് തലത്തിലാണ് പുരോഗമിക്കുന്നത് സജോ? റിജിത്ത്, അത്യന്തം നടക്കുന്നതും ദാരുണവുമായ സംഭവമാണ്. കണ്ണൂരിൽ ഇത് ആദ്യത്തേതുമല്ല. നിരപരാധികൾ ഇരയാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12:45 ഈ സംഭവം ഉണ്ടാകുന്നത്. തലശ്ശേരിക്കടുത്ത എരഞ്ഞോളി കൊടക്കളം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ എത്തിയ ആളാണ് കൊടക്കളം സ്വദേശിയായ വേലായുധന്. 80ഓളം വയസ്സ് പ്രായമുണ്ട്. ഇങ്ങനെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് തേങ്ങയും മറ്റും ശേഖരിക്കുന്നതാണ് സ്ഥിരമായി. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അങ്ങനെ തേങ്ങ ശേഖരിക്കുന്നതിനിടെ ഈ എരഞ്ഞോളിക്കടുത്ത ഈ കൊടക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആളൊഴിഞ്ഞ പറമ്പാണ്. 4 വർഷമായി ആ വീട്ടിൽ ആൾതാമസമില്ല. അതിനോട് ചേർന്നതിന് ചുറ്റുവട്ടത്തുള്ള പറമ്പാണ്. ആ ഭാഗത്തു നിന്ന് എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്റ്റീൽ ബോംബ് കിട്ടിയിരിക്കാം എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. അതൊരു സ്റ്റീൽ പാത്രം എന്ന് കരുതി ആ വീടിൻ്റെ തിണ്ണയിലിരുന്ന് അത് തുറക്കാൻ ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. കൈകളൊക്കെ ചിതറിത്തെറിച്ചു. നാട്ടുകാരൊക്കെ ഈ സ്ഫോടനം കേട്ട് ആളുകൾ ഓടിയെത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നതാണ്. ഇതേപ്പറ്റി പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം, സ്റ്റീൽ ബോംബ് എവിടെ നിന്നോ അദ്ദേഹത്തിന് കിട്ടി. സമീപ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ, ഒന്നുകിൽ ഈ പറമ്പിൽ നിന്ന് അതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടി. അതൊരു ജനവാസ മേഖലയാണ്. അവിടെ നിന്ന് സ്റ്റീൽ ബോംബ് കിട്ടി. അത് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനം എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബോംബ് എവിടെ നിന്ന് കിട്ടി, ഇത് ഉപേക്ഷിച്ചതാണോ ഒളിപ്പിച്ചതാണോ, ആരാണ് ഇതിന് പിന്നിൽ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറെ നാളുകളായിട്ടില്ല മട്ടന്നൂർ ചാവശ്ശേരിയിൽ ആക്രി ശേഖരിക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ സമാനമായി സ്റ്റീൽ പാത്രം എന്ന് കരുതി തുറക്കാൻ ശ്രമിക്കവേ സ്ഫോടനമുണ്ടായി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത്. അങ്ങനെ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സമാനമായ സംഭവമാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. അതിൽ പോലീസ് പറയുന്നത് ആര് ഇത് ഉപേക്ഷിച്ചതാണോ അതല്ല സൂക്ഷിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതായത് കതിരൂരിനോട് ചേർന്ന മേഖലയാണ്. ഇതടക്കമുള്ള സ്ഥലങ്ങളിൽ നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങൾ മുൻകാലങ്ങളിൽ കാര്യമായി നടന്നിരുന്നു. പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബോംബ് നിർമ്മാണം തകൃതിയായി നടക്കുന്നുണ്ട്. അതിന് ഇപ്പോഴും എന്തെങ്കിലും, അതായത് നൂറുകണക്കിന് ബോംബ് സ്ക്വാഡും പോലീസും ഒക്കെ പിടികൂടി നിർവീര്യമാക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം പോലും ഈ സമീപകാലത്താണ് ഉണ്ടായത്. അത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു നിരപരാധിക്ക് ജീവൻ നഷ്ടമാകുന്നു എന്നാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഇത്തരം ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ സജീവമാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആരോപണം ഇത് പല രൂപത്തിൽ, അതായത് വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലായി, പ്രധാനമായും CPM-ഉം BJP-യും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. കോൺഗ്രസ് അക്കാര്യത്തിൽ കൈ കഴുകുന്നു ഇപ്പോഴെന്നത്. പക്ഷെ അവർ ഉന്നയിക്കുന്ന കാര്യം, ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്, അതിന് ആ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുന്നില്ല. അത്തരം ആളുകളെ പൂർണ്ണമായും, അതായത് ഇത്തരം കേസുകൾ ഒരു ഘട്ടം എത്തുമ്പോൾ അവസാനിച്ചു പോകുന്നു. പിന്നീട് അങ്ങോട്ട്
അങ്ങോട്ടേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. തുടർച്ചയായി ബോംബ് നിർമ്മിക്കപ്പെടുന്നു. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ കഴിയും വിധം കുറ്റിക്കാട്ടുകളിൽ സ്റ്റീൽ ബോംബുകൾ, ഏതെങ്കിലും ചെറിയ കാട് പിടിച്ച സ്ഥലത്ത് സ്റ്റീൽ ബോംബുകൾ സൂക്ഷിച്ചു വെക്കുന്നു, പിന്നീട് ആക്രമണത്തിനായി ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു രാഷ്ട്രീയ വിമർശനം. അത് അങ്ങനെ നിൽക്കുമ്പോൾ പോലും പോലീസിന് ഈ കാര്യത്തിൽ ഏറെക്കുറെ ഇത് ബോംബ് കിട്ടിയത് തുറക്കാൻ ശ്രമിച്ചു, ആ ഘട്ടത്തിൽ പൊട്ടി ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമുണ്ട്. പക്ഷേ ആര്, എങ്ങനെ, എവിടെ നിന്ന് ഈ ബോംബ് ലഭ്യമായി, അതിൻ്റെ പിന്നിൽ ആരെല്ലാം, അവിടുത്തെ സാഹചര്യങ്ങൾ, അത് നിർമ്മിച്ചത് ആരെല്ലാമായിരിക്കാം, അത്തരം സാഹചര്യങ്ങളിലേക്ക് അന്വേഷണങ്ങൾ പോകേണ്ടതുണ്ട്. അത്തരം വിശദമായ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയൊരു സാധു മനുഷ്യനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതാരുടെ ബോംബ്, ആര് നിർമ്മിച്ച ബോംബ് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണം നടക്കുന്നുമുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കാക്കനാട് DLF ഫ്ളാറ്റിൽ 300-ലധികം പേർക്ക് ഛർദിയും വയറിളക്കവും, കുടിവെള്ളത്തിൽ ബാക്ടീരിയ സാന്നിധ്യമെന്ന സംശയം. സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ടായത് വെള്ളത്തിൽ നിന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശന നടപടിയെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഗ്രൂപ്പിന്റെ ഡിസ്ട്രിക്റ്റിലെ സീനിയർ ഡോക്ടേഴ്സ് അടങ്ങുന്ന ടീം അവരവിടെ പരിശോധന നടത്തുകയും അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തത്. അതുമാത്രമല്ല, ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന അന്തേവാസികളുമായിട്ട് ആശയവിനിമയം നടത്തി. അതുകൂടാതെ രോഗാവസ്ഥയിലുള്ളവരെ, രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും അവരുടെ ഫ്ളാറ്റുകളിൽ പ്രത്യേകമായിട്ട് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ളാറ്റിൽ നിലവിൽ അവിടെ ഒരു കിണറുണ്ട്. അതുകൂടാതെ ടാങ്കർ ലോറികളിൽ അവിടെ വെള്ളം എത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു സമ്പിൾ വെള്ളം ശേഖരിച്ചതിന് ശേഷമാണ് മറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. കാക്കനാട് DLF ഫ്ളാറ്റിൽ കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിൽ ഈക്കോളെ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നതായി റിപ്പോർട്ടുണ്ട്. ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും ഫ്ളാറ്റ് അസോസിയേഷൻ മുൻകരുതൽ സ്വീകരിച്ചില്ല എന്ന പരാതിയും ശക്തമാണ്. കഴിഞ്ഞ മാസം 28-ന് നടത്തിയ സാമ്പിൾ പരിശോധനയുടെ റിപ്പോർട്ട്, അതിന്റെ പകർപ്പ് 24-ന് കിട്ടിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ രോഗബാധിതരായവരുടെ എണ്ണം അത് ഞെട്ടിക്കുന്നതാണ്. വെള്ളമാണ് വില്ലനെങ്കിൽ, അതിലെ ബാക്ടീരിയയാണ് വില്ലനെങ്കിൽ പല സ്രോതസ്സുകളിലൂടെ ആ ഫ്ളാറ്റിലേക്ക് വെള്ളം എത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയം രൂപപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള തുടർ നടപടിയും ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ഒരു ഭാഗത്തുണ്ട്. ഇപ്പോൾ ഈ രോഗബാധിതരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ പരിശോധന, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് വിഷ്ണു? റിജിത്ത്, നിലവിൽ രോഗബാധിതരുടെ എണ്ണം 350-ലേക്ക് എത്തിയിരിക്കുന്നു. ജൂൺ 1 മുതൽ ഇന്ന് ദിവസം വരെയുള്ള കണക്കാണിത്. പ്രധാനമായും വെള്ളത്തിലെ ബാക്ടീരിയ അംശം തന്നെയാണ് ഇത് വിഷയമായി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഇനിയും. പക്ഷേ അവിടെയുള്ള ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ ഇൻഡിവിജ്വലായി നടത്തിയ പരിശോധനയിലാണ് അവിടെ ഈക്കോളിൻ സാന്നിധ്യം കണ്ടെത്തിയത്. നഗരസഭയുടെ പരിശോധനാ ഫലം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ മാസം 25-ാം തീയതി ഈ വാട്ടർ ടാങ്കിലെ വെള്ളം പരിശോധിച്ചിരുന്നു അവിടുത്തെ താമസക്കാർ തന്നെ. അതിൽ നിന്ന് ഈ വെള്ളത്തിൽ ഈക്കോളിൻ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ഫ്ളാറ്റ് അധികൃതർ ഒരു തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്നൊരു ആക്ഷേപം. ഈ രോഗം ഇത്രയും ആളുകളിലേക്ക് പടർന്നു പിടിക്കാൻ പ്രധാനപ്പെട്ട കാരണമായതും അത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാതിരുന്നതാണ്. നിലവിൽ ആ വെള്ളം പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. അവിടെ പുതിയ ടാങ്കർ വെള്ളം എത്തിച്ചിട്ടാണ് നിലവിൽ ആളുകൾക്ക് ഈ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് നൽകുന്നത്. പ്രധാനമായും 3 സ്രോതസ്സുകളെയാണ് ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ഉപയോഗിക്കുക. ഒന്ന് അവിടുത്തെ കിണറാണ്, മറ്റൊന്ന് പൊതുവെള്ളം, ഈ പൊതു ടാപ്പിൽ നിന്നുള്ള വെള്ളമാണ്, ഒന്ന് ഈ ടാങ്കർ വെള്ളമാണ്. ഇതിൽ ഏതിൽ നിന്നാണ് ഈ വെള്ളം ഈക്കോളിൻ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് കണ്ടെത്തുക അതൊരു ശ്രമകരമായ ദൗത്യമാണ്. കാരണം ടാങ്കിലേക്ക് എത്തി വെള്ളം മിക്സായി പോയിട്ടുണ്ട്. എന്തായാലും ഈക്കോളിൻ സാന്നിധ്യം ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് വരാനുള്ളത്. ഈ ഫ്ളാറ്റിലുള്ള ആളുകളുടെ എല്ലാം ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണ് എന്നാണ് ഫ്ളാറ്റ് അധികൃതർ നൽകുന്ന വിവരം. പക്ഷേ പലരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ കുട്ടികൾക്കുൾപ്പെടെ ഇപ്പോഴും സ്കൂളിൽ പോകാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വയറിളക്കവും ഛർദിയും എല്ലാം തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ നാളെയും മറ്റന്നാളും ഒക്കെ കൂടുതൽ പേർക്ക് ഈ രോഗം അല്ലെങ്കിൽ പിടിപെടാനുള്ള ഒരു സാധ്യതയും അവർ പറയുന്നുണ്ട്. എന്തായാലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ഫ്ളാറ്റ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണെന്നാണ് നമ്മൾ ഈ മുൻപത്തെ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നഗരസഭാ അധികൃതർ ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായ പരിശോധനകൾ നടപ്പാക്കും. ഇത് ഈ ഫ്ളാറ്റിലെ മാത്രം കാര്യമല്ല, കൊച്ചിയിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഫ്ളാറ്റുകളിലെ വാട്ടർ ടാങ്കുകൾ കേന്ദ്രീകരിച്ച് ഒരു കൃത്യമായ പരിശോധനയ്ക്ക് ജല അതോറിറ്റിയും തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറാകണം. അതല്ല എങ്കിൽ ഇത്തരം അപകടങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേക റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. DMOയോട് റിപ്പോർട്ട് ഒരുപക്ഷെ അടുത്ത ആഴ്ചയോടുകൂടി സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും കൃത്യമായി ജാഗ്രത, പ്രത്യേകിച്ച് ഫ്ളാറ്റിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പുലർത്തണം. വാട്ടർ ടാങ്കുകളിൽ കൃത്യമായ പരിശോധന നടത്താൻ തദ്ദേശ വകുപ്പ് തയ്യാറാകുകയും ചെയ്യണം. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ആ ഫ്ളാറ്റിലുള്ളവർ ആശങ്കയിലാണ്. എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ സമീപിക്കണം എന്നുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ
പങ്കുവയ്ക്കുകയായിരുന്നു. ചരിത്ര ഉത്തരവിൽ ഒപ്പുവെച്ച് മന്ത്രി പദവിയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ പടിയിറങ്ങി. പട്ടിക വിഭാഗക്കാർ അധിവസിക്കുന്ന മേഖലകളെ കോളനി, സങ്കേതം, ഊര് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് ഉത്തരവായത്. ഇതിന് പിന്നാലെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകിയ കെ രാധാകൃഷ്ണൻ നിയമസഭാ അംഗത്വവും ഒഴിഞ്ഞു. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് രാജി. ഏതെല്ലാം വ്യക്തികളുടെ പേരിൽ കോളനിയായിട്ട് അറിയപ്പെടുന്ന ആ കോളനി എന്നുള്ളത് പോകും. എന്നാൽ ആ വ്യക്തിയുടെ പേരിന്റെ കഴിഞ്ഞു കഴിഞ്ഞുള്ള കോളനിക്ക് പകരം ഒരു പേര് അവർ കണ്ടെത്തണം. ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതൽ ഇടുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ചില സ്ഥലത്ത്. അപ്പോൾ അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് പകരം മറ്റു പേരുകളിടാം. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, അദ്ദേഹം ദേവസ്വം മന്ത്രി പദം ഏറ്റെടുക്കുമ്പോൾ അതും ഒരു ചരിത്രമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പടിയിറങ്ങുമ്പോഴും ഒരു ചരിത്ര ഉത്തരവിലൂടെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. ഗിരീഷ്, റീജത്ത് ആലത്തൂരിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയതിനെ തുടർന്നാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. പക്ഷേ രാജിവെക്കുന്ന ദിവസവും അദ്ദേഹം ഒരു ചരിത്രപരമായ ഉത്തരവ് ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സ്വാതന്ത്ര്യം നേടിയ 75 വർഷത്തിന് ശേഷവും ഈ പിന്നോക്ക വിഭാഗക്കാർ അധിവസിക്കുന്ന മേഖലകളെ, പ്രദേശങ്ങളെ കോളനി, സങ്കേതം, ഊര് തുടങ്ങിയ പേരുകളിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്, വിശേഷിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അഭിസംബോധന ചെയ്തിരുന്നത്. സർക്കാർ രേഖകളിലെല്ലാം തന്നെ ഈ തരത്തിലായിരുന്നു വിശേഷിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തിരുന്നത്. ഇതിനൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കോളനി, സങ്കേതം, ഊര് എന്നിവ പ്രയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് അദ്ദേഹം ഒപ്പുവെച്ചത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ചില ചർച്ചകൾ അദ്ദേഹം തുടങ്ങി വെച്ചിരുന്നു. പക്ഷേ തീരുമാനം ഇന്നാണ് ഉണ്ടായത്. ഇതിൽ ഒപ്പുവെച്ച ശേഷമാണ് അദ്ദേഹം 3 മണിയോടെ മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ സന്ദർശിച്ച് തന്റെ രാജി സമർപ്പിച്ചത്. ഇതിനുശേഷം നിയമസഭാ മന്ദിരത്തിലെത്തിയ സ്പീക്കർ AN ഷംസീറിനെ കണ്ട് നിയമസഭാംഗത്വവും രാജിവെച്ചു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, കോളനി എന്നുള്ളത് അടിമത്തത്തിൻ്റെ വിശേഷണമായി പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് ഈ കോളനി എല്ലാം തന്നെ. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ അപമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ, അവരെ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടവരെയായി ഒക്കെ ചിത്രീകരിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഈ പ്രയോഗങ്ങൾ കടന്നു വരാറുള്ളത്. ഇതിനൊരു മാറ്റമുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇക്കാര്യത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 22-ന് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കും. പാർലമെന്റ് അംഗമായി ചുമതലയേൽക്കുകയും ചെയ്യും. രജിത്ത്, ശരി. വി എ ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു, മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു, നിയമസഭാംഗത്വം ഒഴിഞ്ഞിരിക്കുന്നു കെ രാധാകൃഷ്ണൻ. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് പിന്നാലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കം ഊർജിതമാക്കി കോൺഗ്രസ്. ജൂലൈ 2-ാം വാരം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലെത്തും. വനിതയെ മത്സരിപ്പിക്കാനുള്ള UDF തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി CPI നേതാവ് ആനി രാജ പ്രതികരിച്ചു. കോൺഗ്രസിലെ കുടുംബാധിപത്യം പൂർണ്ണമായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വയനാട് കുടുംബസ്വത്താക്കാനുള്ള നീക്കമാണെന്ന് V മുരളീധരൻ കുറ്റപ്പെടുത്തി. CPI മത്സരരംഗത്തുണ്ടാകുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഉചിതമായ സമയം വരുമ്പോൾ താനും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് ഭർത്താവ് റോബർട്ട് വാദ്ര പ്രതികരിച്ചു. വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും താൻ നൽകുന്നു. രാഷ്ട്രീയത്തിലിറങ്ങാൻ പ്രിയങ്കയെ സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നെന്നും റോബർട്ട് വാദ്ര പറഞ്ഞു. My thought was definitely that I would like to see her in Parliament, and as everybody demanded that that you should be, for me to be in Parliament, I always maintained that I would like to see Priyanka in Parliament before me, and then I can follow whenever is the right time. But I'm very happy that she's going to be fighting from Wayanad, and I hope the people give her a very good mandate. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, റോബർട്ട് വദ്രയും പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് വരും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, റിപ്പോർട്ടുകൾ അതൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഇപ്പോൾ അക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഉചിതമായ സമയത്ത് താനും പ്രിയങ്കയ്ക്കൊപ്പം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് റോബർട്ട് വദ്ര പ്രതികരിക്കുന്നു. ആ പ്രതികരണം നൽകുന്ന സൂചന എന്താണ് നിതിൻ അംബുജൻ? റിജിത്ത് പറഞ്ഞ പോലെ തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ റോബർട്ട് വാദ്ര നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ അമേഠിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇത്തരത്തിൽ റോബർട്ട് വാദ്ര വാർത്താ ഏജൻസികൾക്ക് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. താൻ മത്സരരംഗത്തുണ്ടാകണം എന്നൊരു ആഗ്രഹം പല കോണിൽ നിന്നും ഉയരുന്നുണ്ടെന്ന ചില സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് കിഷോർലാൽ ശർമ്മയിലെയാണ് കോൺഗ്രസ് പരിഗണിച്ചത്. ഏതായാലും ഒരുപക്ഷെ പിന്നീട് ഭാവിയിൽ റോബർട്ട് വാദ്ര പാർലമെന്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഇത്തവണ പ്രിയങ്ക
പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തിയതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പാർലമെന്റിൽ എത്തിയത് ഉചിതമായ സമയത്താണ്. ഇനി ഉചിതമായ സമയത്ത് താനും പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരുപക്ഷെ റോബർട്ട് വാദ്രയും ഭാവിയിൽ പാർലമെന്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ആ വാക്കുകളിൽ വ്യക്തമാകുന്നത്. എന്തായാലും അത് ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നത്. കാരണം നെഹ്റു കുടുംബത്തിന് ഒരാൾ കൂടി പാർലമെന്റിൽ എത്തുമ്പോൾ റോബർട്ട് വാദ്ര കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് BJP അടക്കം ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള പരിഹാസമായിട്ടുള്ള പ്രതികരണങ്ങളടക്കം കേരളത്തിലെ പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലും അത്തരം ചില ഇപ്പോൾ പ്രതികരണങ്ങൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ രംഗത്ത് പ്രയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം തന്നെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ്. കാരണം മോദിയുടെ ക്യാബിനറ്റിൽ ഇതിനകം തന്നെ 18ഓളം മന്ത്രിമാർ ഒരു കുടുംബാധിപത്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എന്ത് ധാർമ്മികതയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കുക എന്ന ചോദ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ റോബർട്ട് വാദ്രയുടെ പ്രതികരണം രംഗത്ത് വന്ന ശ്രദ്ധേയമാണ്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഇതിനെല്ലാം തന്നെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ എത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. ജൂലൈ 2ാം വാരത്തോടുകൂടി തന്നെ പ്രിയങ്കയും രാഹുലും ഒരുമിച്ച് മണ്ഡലത്തിലുള്ള ഒരു ഇപ്പോൾ വിവരങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പങ്കുവയ്ക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ റോബർട്ട് വാദ്രയുടെ ഈ വാക്കുകൾ കൂടി നൽകുന്ന സൂചന ഭാവിയിൽ താനും പാർലമെന്റിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവുവന്ന 3 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. PP സുനീർ, ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, പ്രതീക്ഷിച്ച പോലെ 3 പേരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു. LDF-ലാണെങ്കിൽ മുന്നണിയിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള അസ്വാരസ്യങ്ങൾ തുടരുന്ന പശ്ചാത്തലമുണ്ട്. RJDയുടെ എതിർപ്പൊക്കെ നമുക്കറിയാം. അതുപോലെ CPI-യിൽ PP സുനീറിന്റെ പേരിലേക്ക് എത്തിയതിൽ ഇപ്പോഴും അമർഷം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വിവരങ്ങൾ എന്താണ് അലക്സ് റാമോ? റിജിത്ത്, കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് 3 സീറ്റുകളിലാണ് ഒഴിവ് വന്നത്. നിയമസഭയിലെ അംഗബലം അനുസരിച്ച് LDF-ന് 2 പേരെയും UDF-ന് ഒരാളെയും രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അതിനാൽ തന്നെ LDF-ൽ നിന്ന് ആ സീറ്റുകൾ അത് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അവകാശവാദങ്ങൾക്കൊടുവിൽ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് LDF CPM ആ രാജ്യസഭാ സീറ്റ് ത്യജിച്ചുകൊണ്ട് അത് കേരള കോൺഗ്രസിനും CPI-ക്കും മുന്നണിയുടെ കെട്ടുറപ്പിന് മുൻനിർത്തി അത് നൽകുന്നത്. അതിൽ CPI-ക്ക് വേണ്ടി PP സുനീർ ആയിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനായി ചെയർമാൻ ജോസ് കെ മാണിയും നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. UDF-ന് 1 സീറ്റാണുള്ളത്. അത് മുസ്ലിം ലീഗിന് നേരത്തെ തന്നെ നൽകിയ ധാരണയായിരുന്നു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. ഇതിനു പുറമെ ഒരാൾ കൂടി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. തമിഴ്നാട് സേലം സ്വദേശി ആണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക, പത്മരാജനാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയപരിധി ഇന്ന് 3 മണിയോടുകൂടെ പൂർത്തിയായി. അത് മാത്രമല്ല, ഈ സൂക്ഷ്മ പരിശോധനയിൽ ഈ പത്മരാജന്റെ പത്രിക തള്ളുകയും ചെയ്തിരുന്നു. അങ്ങനെ നിലവിൽ 3 സ്ഥാനാർത്ഥികൾ മാത്രമായി ചുരുങ്ങുകയായിരുന്നു. അതായത് പ്രധാനപ്പെട്ട മുന്നണികളുടെ 3 സ്ഥാനാർത്ഥികൾ മാത്രമായി ചുരുങ്ങുകയായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റ് എത്തുകയായിരുന്നു. അവർ 3 പേരെയും ഇന്നത്തെ ഈ സമയപരിധി പൂർത്തിയായി 3 മണിയോടെ അത് പൂർത്തിയായതിനു ശേഷം നിലവിലുണ്ടായിരുന്ന 3 പേരെയും വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ PP സുനീറും അതുപോലെ ജോസ് കെ മാണിയും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഭരണാധികാരിയെ നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറി ഷാജി C ബേബി ഇവരെ 3 പേരെയും വിജയികളായി ഏതാണ്ട് 5 മണിയോടെ പ്രഖ്യാപിക്കുകയായിരുന്നു. ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPI-നെ പ്രതിരോധത്തിലാക്കിയ വിവാദ പരാമർശങ്ങളിൽ G സുധാകരനെ വിമർശിച്ച H സലാം MLA. തെരഞ്ഞെടുപ്പിൽ പാർട്ടി തിരിച്ചടി നേരിടുന്നത് ആദ്യമായല്ല. G സുധാകരനെ മോദി പ്രശംസ അത്ഭുതപ്പെടുത്തിയെന്നും H സലാം പ്രതികരിച്ചു. കഴിഞ്ഞൊരു കുറച്ച് സന്ദർഭമായി അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പരസ്യമായി ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളയാൾ പരസ്യമായി പറയാൻ പാടില്ലാത്ത കാര്യം പോലും പറയുന്ന സന്ദർഭം വരുന്നു. അത് എന്നെപ്പോലെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യേണ്ട ആളൊന്നുമില്ല. അത്രയും താഴെയുള്ള ആളാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ ആഘാതം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ബഹുമാനായ ഗൗരിയമ്മ പാർട്ടിയിൽ പോകുന്ന സമയം, തലക്കടിക്കുന്ന പോലെയുള്ള ആഘാതം ഉണ്ടായൊരു സന്ദർഭമാണ്. അതിനെ അതിജീവിച്ച പാർട്ടിയാണ് ആലപ്പുഴ പാർട്ടി. G സുധാകരനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ H സലാം ശ്രമിക്കുന്നത് മതതീവ്രവാദികളെ തൃപ്തിപ്പെടുത്താനാണെന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഒരു MLA ആണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. G സുധാകരനെതിരെ ആഞ്ഞടിക്കുന്നത്, തുറന്നടിക്കുന്നത്, രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. പാർട്ടിയിൽ അത് ഏതു തരത്തിലുള്ള ചലനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി BJPയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്?
ശ്രീജിത്ത്, ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത കായംകുളത്ത്, പത്തിയൂരിലടക്കം, ഒപ്പം തന്നെ പുന്നപ്രയിൽ താൻ താമസിക്കുന്ന വീടിന്റെ ബൂത്തിൽ പോലും LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തെത്തി തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള G. സുധാകരൻ അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിനാണ് മറുപടി എന്നോണം അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ അമ്പലപ്പുഴ MLA കൂടിയായിട്ടുള്ള H. സലാം ആഞ്ഞടിക്കുന്നത്. ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് നേതാവ് KR ഗൗരിയമ്മ പാർട്ടി വിട്ട് CPM വിട്ട് പോയത് എങ്ങനെയാണെന്നുള്ള കാര്യം ആലപ്പുഴയിലെ എല്ലാവർക്കും അറിയാം. അതിന്റെ അടിസ്ഥാനം തപ്പിപ്പോയാൽ പലതും പുറത്തു വരും. ഒപ്പം തന്നെ G. സുധാകരനെ അവഗണിച്ചു എന്ന ആക്ഷേപം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അമ്പലപ്പുഴയിലും കായംകുളത്തും തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് അദ്ദേഹത്തിനെ അവഗണിച്ചു, വിളിച്ചില്ല, ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള അവഗണന ഉണ്ടായില്ല. ഒപ്പം തന്നെ മോദി പ്രശംസ G. സുധാകരനെ പോലെയുള്ള പരിണിത പ്രജ്ഞനായ ഒരു നേതാവ് നടത്തിയത് അത്ഭുതത്തോടെയാണ് താൻ കാണുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ H. സലാം പറഞ്ഞു. നേരത്തെ തന്നെ തോൽപ്പിക്കാൻ അമ്പലപ്പുഴ MLA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സമയത്ത് തന്നെ LDF സ്ഥാനാർത്ഥിയായ H. സലാമിനെ തോൽപ്പിക്കാൻ G. സുധാകരൻ ശ്രമിച്ചു എന്ന പരാതിയിൽ പാർട്ടി CPM സംസ്ഥാന കമ്മിറ്റി തന്നെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എളമരം കരീം അടക്കമുള്ള ആളുകൾ അന്വേഷണ സമിതി രൂപീകരിച്ച ആ അന്വേഷണത്തിൽ G. സുധാകരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് താക്കീത് കൊടുക്കുകയും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സ്വയം ഒഴിവായ വ്യക്തിയാണ് G. സുധാകരൻ. ഇപ്പോൾ അവിടെ സാധാരണ CPM പാർട്ടി മെമ്പർ കൂടിയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. ഒപ്പം തന്നെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. BJP CPMന്റെ H. സലാം ഈ നടത്തിയിട്ടുള്ള CPMന്റെ പിന്തുണയോടുകൂടി തന്നെ H. സലാമിന്റെ പരാമർശം ഇത് മത തീവ്രവാദികളെയും ഒപ്പം തന്നെ ലഹരി മാഫിയ സംഘങ്ങളെയും സഹായിക്കാനാണെന്നാണ് MV ഗോപകുമാർ ഫേസ്ബുക്കിൽ എഴുതിയത്. ശരി, മനീഷ് മഹിവാൽ ചേരുന്നു, വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് JDS കേരള ഘടകം ജനതാദൾ S എന്ന പേര് ഉപേക്ഷിച്ചു. BJPക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഘടകമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്യു ടി തോമസ് പറഞ്ഞു. RJDയിൽ ലയിക്കാൻ ആലോചിച്ചിട്ടില്ല. നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് മാത്യു ടി തോമസ് വ്യക്തമാക്കി. ഒരു രൂപത്തിലും BJPയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഘടകമായി കേരളത്തിലെ ഘടകം അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വാഭാവികമായും ജനതാദൾ S എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പാർട്ടിയിലേക്ക് പിന്നീട് കേരളത്തിലെ ഘടകം ലയിച്ച് ചേരാനാണ് ഇപ്പോൾ ആലോചന. നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. MG പ്രദേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രദേശ്, ദേശീയതലത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി ഇവിടെ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകുന്നു എന്നുള്ള വിമർശനം അത് പ്രതിപക്ഷം മാത്രം ഉയർത്തിയതല്ല, മുന്നണിക്കകത്ത് നിന്ന് പോലും അതിശക്തമായ രീതിയിൽ വിമർശനം ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം കേരള ഘടകത്തിന്റെ JDS കേരള ഘടകത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. എപ്പോഴേക്ക് പുതിയ പാർട്ടി MG പ്രദേശ്? അഭിജിത്ത്, വൈകാതെ തന്നെ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് JDS സംസ്ഥാന നേതൃത്വം പറയുന്നത്. നേരത്തെ റജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ NDA മുന്നണിയുടെ ഭാഗമായ ഒരു പാർട്ടിയുമായി സഹകരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ JDS സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. BJPക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഒരു ഘടകമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്യു ടി തോമസ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനതാദൾ S എന്ന പേര് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ പുതിയ പാർട്ടി വൈകാതെ തന്നെ രജിസ്റ്റർ ചെയ്യുമെന്നും ഇതിന്റെ നടപടിക്രമങ്ങൾക്കായി ആളുകളെ ചുമതലപ്പെടുത്തിയെന്നും മാത്യു ടി തോമസ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ പാർട്ടി രൂപീകരിച്ച ശേഷം നിലവിലെ കേരള ഘടകം അതിലേക്ക് ലയിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. സാങ്കേതികപരമായും നിയമപരമായും ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കും. അത് പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം JDS സംസ്ഥാന ഘടകത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറ്റൊന്ന്, BJP വിരുദ്ധ കോൺഗ്രസ് ഇതര നിലപാട് സ്വീകരിക്കുന്ന മറ്റ് പാർട്ടികളുമായും ലയിക്കാൻ JDS സന്നദ്ധരാണ്. പക്ഷേ ഉടൻ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകില്ല എന്നുകൂടി വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഭാവിയിൽ ദേശീയ നേതൃത്വം BJP ബന്ധം ഉപേക്ഷിച്ച് വന്നാൽ വീണ്ടും അതിലേക്ക് തിരികെ ലയിക്കാനും താല്പര്യമുണ്ട് എന്ന് JDS കേരള ഘടകം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു സമ്മർദ്ദം JDSനെ സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ദേശീയ തലത്തിൽ BJPയുടെ ഭാഗമായ ഒരു പാർട്ടി സ്വാഭാവികമായും ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ അത് വലിയ തരത്തിൽ വിമർശന വിധേയമായി. ഒപ്പം മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും അത് വിമർശനമായി ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ
JDS കേരള ഘടകം തീരുമാനിച്ചത്. വൈകാതെ തന്നെ അക്കാര്യത്തിൽ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, ജനതാദൾ എസ് എന്ന പേര് ഉപേക്ഷിക്കുന്നു കേരള ഘടകം. പുതിയ പാർട്ടി രൂപീകരിക്കും. RJD ലയനം അജണ്ടയിലില്ല എന്നും വ്യക്തമാക്കുന്നു നേതാക്കൾ. MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. ഈ റിപ്പോർട്ടോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്.